ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ സബ്ബോർഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടാനുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഫോൺ റിപ്പയർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ പല കമ്പോണൻസുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് പോയിട്ട് പാർട്സ് വാങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്സ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പോയിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താം. ഓൺലൈനിലൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ എല്ലാ പാർട്സുകളും, നമ്മുടെ മൊബൈൽ സംബന്ധപ്പെട്ട എല്ലാ പാർട്സുകളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പാർട്സ് വരുത്തി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സബ്ബോർഡ് മാറുക എന്നുള്ളതാണ്. നമ്മുടെ സബ്ബോർഡിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് ജാക്ക് അല്ലെങ്കിൽ CC കണക്ടർ, അതുപോലെ തന്നെ ഹെഡ്സെറ്റിൻ്റെ ജാക്ക്, അതുപോലെ മൈക്ക്, സ്പീക്കറിൻ്റെ ലൈൻസുകൾ, അങ്ങനെ അതുപോലെ തന്നെ ആൻറ്റിന, നമ്മുടെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ആൻറ്റിന കണക്ട് ചെയ്യുന്ന ലെഗുകൾ, ഇതെല്ലാം പല കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു സബ്ബോർഡിനകത്തുണ്ട്. അപ്പോൾ പല പ്രോബ്ലംസുകളും വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ സബ്ബോർഡ് എടുത്ത് മാറുക. നമ്മൾ പല വീഡിയോസുകളും കണ്ടിട്ട് സബ്ബോർഡ് എടുത്ത് മാറുന്ന പതിവ് പലർക്കുമുണ്ട്. ഇപ്പോൾ ചില ടെക്നീഷ്യന്മാരും അത് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള, മൈക്ക് സംബന്ധമായിട്ടുള്ള, ചാർജ് സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂസ് വന്നാലും വളരെ പെട്ടെന്ന് പോയിട്ട് ഒരു സബ്ബോർഡ് വാങ്ങുക, തിരിച്ച് ഫിറ്റ് ചെയ്യുക. കാരണം സബ്ബോർഡിന് വലിയ വിലയില്ല. നിങ്ങൾക്കറിയാമല്ലോ, സബ്ബോർഡിന് ഏകദേശം ഒരു 400 രൂപയ്ക്കകത്തൊക്കെ വില വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി സബ്ബോർഡ് വാങ്ങിച്ച് മാറി ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ ഫോണിൻ്റെ സബ്ബോർഡ് വളരെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, സബ്ബോർഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സബ്ബോർഡ് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഫോണിലുള്ള സബ്ബോർഡ് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു സബ്ബോർഡ് വാങ്ങിച്ച് നമ്മൾ ഇടാൻ പാടില്ല. അതിൽ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ഒരു സബ്ബോർഡ്, അത് നമ്മുടെ ഫോണിലുള്ള ആ ഒരു സബ്ബോർഡ് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കുക. അല്ലാതെ സബ്ബോർഡ് ഒരിക്കലും മാറരുത്. നമ്മുടെ ഫോണിൽ വഴി ലഭ്യമാകുന്ന സബ്ബോർഡ് അല്ലെങ്കിൽ ഒരു കമ്പനി സബ്ബോർഡ്, ഒറിജിനൽ സബ്ബോർഡ്, അതിലെ പല കമ്പോണൻസുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന കോപ്പി സബ്ബോർഡിൽ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഒരു സബ്ബോർഡ് കംപ്ലൈൻ്റ് ആയി, സബ്ബോർഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ മൈക്ക് വർക്ക് ആവുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ ചാർജ് സംബന്ധമായ പല ഇഷ്യൂസും വന്നു. നമ്മൾ സബ്ബോർഡിലാണ് ഇഷ്യൂസ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു സബ്ബോർഡ് ഓർഡർ ചെയ്യും, നമ്മൾ വരുത്തും. പക്ഷേ നമുക്ക് കിട്ടുന്ന സബ്ബോർഡ് ഒറിജിനൽ സബ്ബോർഡ് അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് കിട്ടുന്ന സബ്ബോർഡുകളൊന്നും തന്നെ ഒറിജിനൽ അല്ല. നമുക്ക് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് വാങ്ങുന്നത് ഒറിജിനലായിരിക്കും. എന്നാൽ നിങ്ങൾ ഓൺലൈനിൽ വഴിയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയൊക്കെ നമ്മൾ വാങ്ങുന്നത് സബ്ബോർഡ് ഒറിജിനൽ അല്ല, അത് കോപ്പിയാണ്. ഇതുപോലുള്ള കോപ്പി സബ്ബോർഡാണ്. അപ്പോൾ കോപ്പി സബ്ബോർഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സബ്ബോർഡിലുള്ള പല കമ്പോണൻസുകളും കോപ്പി സബ്ബോർഡിൽ കാണത്തില്ല. പല പ്രൊട്ടക്ഷൻ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും കോപ്പിയിൽ കാണത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും കാരണം വെച്ചാൽ നമ്മുടെ ഒറിജിനൽ സബ്ബോർഡിൽ എന്തെങ്കിലും തരത്തിൽ ഷോർട്ട് ആവുകയോ ഓവർ വോൾട്ട് കയറി വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പോണൻസുകൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് വോൾട്ട് വല്ലതും കൂടിയിട്ട്, ആംബിയർ കൂടിയിട്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നാൽ ആ ഷോർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പല കമ്പോണൻസുകൾ, അതായത് അതുമായി റിലേറ്റഡ് റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ഫ്യൂസുകൾ, ഇതൊക്കെ ഒറിജിനൽ സബ്ബോർഡിൽ കാണും. എന്നാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കോപ്പി സബ്ബോർഡിൽ അതൊന്നും തന്നെ കാണത്തില്ല. നമ്മുടെ മെയിൻ ബോർഡിൽ നിന്നും പല ലൈൻസുകൾ നമ്മൾ മദർ ബോർഡിലേക്കാണ് പോകുന്നത്. മദർ ബോർഡിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല IC-കളിലേക്ക് പോകുന്നുണ്ട്. ഇൻക്ലൂഡ് CPU IC-യിലൊക്കെ ഈ ഒരു സബ്ബോർഡിൽ നിന്ന് ലൈന് പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഓവർ വോൾട്ട് കയറി വരികയാണ്, നമ്മുടെ ഫോണിൽ ഓവർ വോൾട്ട് കയറി വരികയാണെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യം നമ്മുടെ കോപ്പി സബ്ബോർഡിൽ കാണാത്തത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ CPU-യിലേക്ക് പോയിട്ട് CPU ഡെഡായിട്ട് നമ്മുടെ ഫോൺ തന്നെ ഡെഡായി പോകും. CPU കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മുടെ ഫോൺ തന്നെ ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പല ഫോണുകൾ അത്തരം ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതായത് സബ്ബോർഡ് മാറിന് ശേഷം ഫോൺ ഓൺ ആകുന്നില്ല എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് CPU റിലേറ്റഡ് CPU ഡെഡാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലംസിന് വേണ്ടിയായിരിക്കും നമ്മൾ സബ്ബോർഡ് മാറുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ചാർജ് കറക്റ്റായിട്ട് കയറുന്നില്ല, ചാർജിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അതിനായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു കോപ്പി സബ്ബോർഡ് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഫോണിലേക്ക് ഇടുന്നത്. അപ്പോൾ ചിലപ്പോൾ ചാർജ് സംബന്ധമായിട്ട് പ്രോബ്ലം സോൾവ് ആവും. അതായത് ചാർജ് കയറും, പക്ഷേ മറ്റ് പ്രോബ്ലംസ് വരും. അതായത് ചിലപ്പോൾ മൈക്ക് വർക്കല്ലാതെ വരും, ഹെഡ്സെറ്റ് വർക്കല്ലാതെ വരും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് കിട്ടാതെ വരും. ചിലപ്പോൾ നെറ്റ്വർക്ക് കട്ടായി പോകും, ചിലപ്പോൾ സിഗ്നൽ കുറവായി വരും. അതുപോലെ തന്നെ വൈഫൈ സംബന്ധമായ ഇഷ്യൂസ്, അങ്ങനെ പല OTG ചിലപ്പോൾ സപ്പോർട്ട് അല്ലാതെ വരും. അങ്ങനെ പല പ്രോബ്ലംസുകളും
നമ്മൾ ഒരു കോപ്പി സബ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രോബ്ലംസ് വരും എന്നുള്ളതാണ്. കാരണം ഈ കമ്പോണൻസുകളെല്ലാം തന്നെ നമ്മുടെ സബ് ബോർഡിൽ ഇൻക്ലൂഡാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലംസിന് വേണ്ടി മാറുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റ് പ്രോബ്ലംസ് കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സബ് ബോർഡ് നിങ്ങൾ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്ന് നിങ്ങൾ ടെക്നീഷ്യൻ്റെ കയ്യിൽ നിങ്ങൾ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ആ ടെക്നീഷ്യൻ ചിലപ്പോൾ നിങ്ങളോട് പറയും നിങ്ങളുടെ ഫോണിൻ്റെ സബ് ബോർഡ് പോയിട്ടുണ്ട്, സബ് ബോർഡ് മാറേണ്ടി വരുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറയുക നിങ്ങളുടെ ഫോണിലുള്ള ഒറിജിനൽ സബ് ബോർഡ് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്ന് അവരോട് ചോദിക്കുക. കാരണം ഒറിജിനൽ സബ് ബോർഡ് തന്നെ റിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് സബ് ബോർഡിൽ ഉണ്ടാകുന്ന പല കമ്പോണൻസുകളും മിസ്സിംഗ് ആവുകയോ എന്തെങ്കിലും ഷോർട്ട് വരികയോ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയോ ചെയ്യണമെങ്കിൽ നമുക്ക് സബ് ബോർഡ് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. എന്ത് കാര്യങ്ങളും നമ്മുടെ സബ് ബോർഡ് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണം ചാർജിങ് കണക്ടർ കംപ്ലൈൻ്റ് ആയി നമുക്ക് ചാർജിങ് കണക്ടർ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് പല ടൂൾസുകളും അവൈലബിൾ ആണ്. സി ടൈപ്പ് കണക്ട് ആയെന്നാൽ പോലും നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും, അത് മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിലുള്ള ഒറിജിനൽ സബ് ബോർഡ് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിക്കുക. ചിലപ്പോൾ ടെക്നീഷ്യൻ പറയും നിങ്ങൾക്ക് ആ ഒരു സബ് ബോർഡ് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല, അത് മാറ്റിയേ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ഒറിജിനൽ സബ് ബോർഡ് കിട്ടുമോ എന്ന് അവരോട് ചോദിക്കുക. ഒറിജിനൽ സബ് ബോർഡ് കുറച്ച് വില കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും അതാണ് ഏറ്റവും ബെറ്റർ. ഒറിജിനൽ സബ് ബോർഡ് കിട്ടുമോ എന്ന് ചോദിക്കുക. അതും കിട്ടുന്നില്ല. ഇപ്പോൾ ഒറിജിനൽ സബ് ബോർഡ് എല്ലാ ഫോണിനും കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുള്ള പല ഫോണുകളുടെ സബ് ബോർഡൊന്നും ഇപ്പോൾ നമുക്ക് ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളിൽ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ചിടുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. നമുക്ക് കിട്ടുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സബ് ബോർഡ് നമ്മുടെ ഫോണിലെ സബ് ബോർഡ് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലൈൻ്റ് ആയി, അതുപോലെ തന്നെ ഒറിജിനൽ സബ് ബോർഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ എല്ലാ വഴികളും അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഒരു കോപ്പി സബ് ബോർഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോപ്പി സബ് ബോർഡ് വാങ്ങിച്ചെടുക്കുക. അത് തന്നെ പല ബ്രാൻഡഡ് കമ്പനികളുടെ ഉണ്ട്. അപ്പോൾ നല്ല ബ്രാൻഡഡ് കമ്പനി മേക്ക് തന്നെ സബ് ബോർഡ് മേടിച്ചിടുക. അപ്പോൾ നല്ല ബ്രാൻഡഡ് കമ്പനിയിൽ നിന്ന് വരുന്ന കോപ്പി സബ് ബോർഡ് ആണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പ്രൊട്ടക്ഷൻ അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പല ടെക്നീഷ്യന്മാർക്ക് അറിയാം ഏത് സബ് ബോർഡാണ് നല്ലത്, ബെറ്റർ ആയിട്ട് ഏത് കമ്പനിയുടെ ആണെന്ന് അവർക്ക് അറിയാൻ സാധിക്കും. സ്വന്തമായിട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങുന്ന സബ് ബോർഡ് മിക്കവാറുമൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ സബ് ബോർഡുകളായിരിക്കും ലഭ്യമാകുന്നത്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കും. ചിലപ്പോൾ കുറച്ച് പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ഫോൺ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം സബ് ബോർഡ് മാറുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.